വെൽക്കം ടു മൂവി ബ്രാൻഡ്. താരസംഘടനയായ അമ്മയുടെ പ്രസിഡന്റായി എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട് നടൻ മോഹൻലാൽ. ചൊവ്വാഴ്ചയായിരുന്നു പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി. മറ്റു സ്ഥാനാർത്ഥികൾ ഇല്ലാതിരുന്നതിനാൽ എതിരില്ലാതെ മോഹൻലാൽ തിരഞ്ഞെടുക്കപ്പെടുകയായിരുന്നു. ഇത് 3-ാം തവണയാണ് മോഹൻലാൽ അമ്മ പ്രസിഡന്റ് ആകുന്നത്. നേരത്തെ പദവി ഒഴിയാൻ മോഹൻലാൽ താൽപര്യം പ്രകടിപ്പിച്ചിരുന്നു. എന്നാൽ സഹപ്രവർത്തകരുടെ നിർദ്ദേശപ്രകാരം മോഹൻലാൽ പദവിയിൽ തുടരുകയായിരുന്നു. അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് താൻ മത്സരിക്കാൻ തയ്യാറായിരുന്നു എന്നും എന്നാൽ താൻ മത്സരിച്ചാൽ മോഹൻലാൽ പിന്മാറുമെന്നുള്ളതുകൊണ്ടുമാണ് മത്സരിക്കാതിരുന്നതുമെന്നുമാണ് ജോയി മാത്യു പറഞ്ഞത്. എതിർവശത്ത് മോഹൻലാലാണ്. മുട്ടുമ്പോൾ ആനയോട് മുട്ടണ്ടേ? കരുത്തനായ സ്ഥാനാർത്ഥിയല്ലേ അദ്ദേഹം. പക്ഷെ നമ്മൾ മത്സരിക്കാൻ നിന്നാൽ മോഹൻലാൽ പിന്മാറും. നീ എടുത്തോ മോനെ, ഞാനില്ല ഈ പരിപാടിക്കെന്ന് പറയും. അദ്ദേഹത്തെ നമ്മൾ പിടിച്ച് ഏൽപ്പിച്ചിരിക്കുന്നതാണ് പ്രസിഡന്റ് സ്ഥാനം. വേറൊരാളില്ല, അതുകൊണ്ട് മത്സരിക്കുക എന്നതാണ് ലക്ഷ്യം. ജയത്തെയും തോൽവിയെയും കുറിച്ച് ആലോചിക്കുന്നില്ല. ഫൈറ്റ് ചെയ്യുക അത്രമാത്രം. സുരേഷ് ഗോപി 3 പ്രാവശ്യം ഇലക്ഷനിൽ നിന്നിട്ടല്ലേ ജയിച്ചത്. ആരെങ്കിലും ഒരാൾ ആ സ്ഥാനത്തേക്ക് വന്നിട്ട് കാര്യമില്ല. എല്ലാവർക്കും സമ്മതമാവണം. അയാൾ പറയുന്നതിന് സ്വീകാര്യത വേണമെന്നും ജോയി മാത്യു പറഞ്ഞു. അതേസമയം അമ്മയുടെ ട്രഷറർ സ്ഥാനത്തിലേക്ക് എതിരില്ലാതെയാണ് നടൻ ഉണ്ണി മുകുന്ദൻ തിരഞ്ഞെടുക്കപ്പെട്ടത്. നേരത്തെ നടൻ സിദ്ദിഖായിരുന്നു ട്രഷറർ. രമേശ് പിഷാരടി, റോണി ഡേവിഡ്, സുരേഷ് കൃഷ്ണ, ടിനി ടോം, ടൊവിനോ തോമസ്, സരയു മോഹൻ, സുരാജ് വെഞ്ഞാറമൂട്, വിനു മോഹൻ, അനന്യ, അൻസിബ, ജോയി മാത്യു, കലാഭവൻ ഷാജോൺ എന്നിവർ 11 അംഗങ്ങളുള്ള എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് നാമനിർദ്ദേശ പത്രിക നൽകിയിട്ടുണ്ട്. ജനറൽ സെക്രട്ടറി, വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങളിലേക്ക് ജൂൺ 30-ന് തിരഞ്ഞെടുപ്പ് നടക്കും. കൊച്ചി ഗോകുലം കൺവെൻഷൻ സെന്ററിലാണ് അമ്മയുടെ തിരഞ്ഞെടുപ്പ് പൊതുയോഗം. 506 അംഗങ്ങൾക്കാണ് വോട്ടവകാശമുള്ളത്. സിദ്ദിഖ്, കുക്കു പരമേശ്വരൻ, ഉണ്ണി ശിവപാൽ എന്നിവരാണ് ജനറൽ സെക്രട്ടറി പദവിയിലേക്ക് മത്സരിക്കുന്നത്. ജഗദീഷ്, ജയൻ ചേർത്തല, മഞ്ജു പിള്ള എന്നിവരാണ് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത്. അനൂപ് ചന്ദ്രനും ബാബുരാജും ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കും. 2021-ൽ നടന്ന തിരഞ്ഞെടുപ്പിൽ മോഹൻലാലും ഇടവേള ബാബുവും എതിരില്ലാതെയാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. എന്നാൽ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്കും കടുത്ത മത്സരമുണ്ടായിരുന്നു. മണിയൻപിള്ള രാജുവും ശ്വേതാ മേനോനും വോട്ടെടുപ്പിലൂടെ വൈസ് പ്രസിഡന്റ് ആയപ്പോൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് ലാലും വിജയ് ബാബുവും വിജയം നേടി. ഔദ്യോഗിക പക്ഷത്തുനിന്ന് മത്സരിച്ച നിവിൻ പോളിയും ആശാ ശരത്തും ഹണി റോസുമാണ് പരാജയപ്പെട്ടത്. അതേസമയം താൻ വഹിച്ചിരുന്ന ജനറൽ സെക്രട്ടറി പദവിയിൽ നിന്ന് ഒഴിയുകയാണെന്ന് ഇടവേള ബാബു അടുത്തിടെ വ്യക്തമാക്കിയിരുന്നു. അമ്മ രൂപീകരിച്ച 1994-ൽ അംഗമായ ഇടവേള ബാബു ജോയിന്റ് സെക്രട്ടറിയായും ജനറൽ സെക്രട്ടറിയായും സജീവമായിരുന്നു. 25 വർഷത്തിന് ശേഷം ഇടവേള ബാബു സ്വയം ഒഴിയുന്നുവെന്നതാണ് ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിനെ ശ്രദ്ധേയമാക്കുന്നത്. അതേസമയം താരസംഘടനയുടെ വരുമാനം സംബന്ധിച്ച് ചർച്ച വാർഷിക പൊതുയോഗത്തിൽ നടക്കും. അവശ നടീനടന്മാർ നൽകുന്ന സാമ്പത്തിക സഹായമായ കൈനീട്ടം അടക്കം നടത്തുന്ന അമ്മ അതിനായി ഒരു സ്ഥിരം വരുമാന മാർഗം കണ്ടുപിടിക്കാനുള്ള പദ്ധതികളാണ് ആലോചിക്കുന്നത്. ഇത് സംബന്ധിച്ച ചർച്ചകൾ പൊതുയോഗത്തിൽ നടക്കും. 1994-ലാണ് അസോസിയേഷൻ ഓഫ് മലയാളം മൂവി ആർട്ടിസ്റ്റ് എന്ന അമ്മ സംഘടന രൂപീകരിക്കുന്നത്. MG സോമനായിരുന്നു സംഘടനയുടെ ആദ്യ പ്രസിഡന്റ്. TP മാധവനായിരുന്നു സെക്രട്ടറി സ്ഥാനത്ത്.